നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഈജിപ്തിനെതിരെ 2-3 ഗോളിന് ജയിച്ച് ക്വാർട്ടർ ഫൈനലിലെത്തിയ അർജൻറ്റീനയ്ക്ക് അത്യന്തം ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയമാണ് നേടിയിരിക്കുന്നത്. തീർച്ചയായും 79 മിനിറ്റ് വരെ 2 ഗോളിന് പിറകിലായിരുന്നു അർജൻറ്റീന. അവിടുന്ന് തിരിച്ച് വന്ന് 3 ഗോൾ, അതും റെഗുലേഷൻ ടൈമിൽ നിശ്ചിത സമയത്ത് 90 മിനിറ്റിൽ 3 ഗോൾ അടിച്ച് ജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വിശ്വസനീയമായ ഒരു കാര്യമാണ്. അത് അർജൻറ്റീനയ്ക്ക് ക്വാർട്ടർ ഫൈനലിലെത്തിയ അർജൻറ്റീനയ്ക്ക് തുടർന്ന് അങ്ങോട്ടുള്ള കളികളിൽ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് ക്വാർട്ടർ ഫൈനലിൽ അത് ഒന്നുകിൽ സ്വിറ്റ്സർലൻഡിനോ അല്ലെങ്കിൽ കൊളംബിയയ്ക്കോ എതിരോ ആയിരിക്കും. എന്തായാലും ആ മത്സരത്തിലടക്കം അസാമാന്യമായ ആത്മവിശ്വാസമാണ് ഈ മത്സരം അർജൻറ്റീനയ്ക്ക് നൽകുക എന്നതിൽ സംശയം വേണ്ട. കാരണം 79 മിനിറ്റ് വരെ 2 ഗോളിന് പിറകിൽ നിന്ന ശേഷം പിന്നെ 3 ഗോൾ അടിക്കുക എന്ന് പറയുന്നത് തീർത്തും എളുപ്പമല്ല. പക്ഷെ അസാധ്യം എന്ന് തോന്നുന്ന ആ കാര്യമാണ് അർജൻറ്റീന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ശരാശരി പെർഫോമൻസ് മാത്രം കാഴ്ചവെച്ചിട്ടുള്ള അർജൻറ്റീനയ്ക്ക് ഈ വിജയം അസാധാരണമായ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇങ്ങനെ ടഫ് ഗെയിമുകൾ ജയിച്ചു വരുന്ന ടഫായിട്ടുള്ള വളരെ ശക്തമായ മത്സരങ്ങൾ ജയിച്ചു വരുന്ന ടീമുകൾ സ്വാഭാവികമായിട്ടും വലിയ ആത്മവിശ്വാസം പിന്നീട് അങ്ങോട്ട് കാഴ്ചവെക്കാറുണ്ട്. അത് അർജൻറ്റീനയ്ക്കും സാധ്യമാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം 75 മിനിറ്റ് വരെ 2 ഗോളിന് പിറകിൽ നിന്ന ശേഷം ഒരു ടീം ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ വിജയിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ആ നേട്ടം അർജൻറ്റീനയ്ക്ക് സ്വന്തമായിരിക്കുന്നു. ആ നേട്ടം ഇനി വരാനുള്ള മത്സരങ്ങളിൽ വലിയ ആത്മവിശ്വാസമായി അർജൻറ്റീനയ്ക്ക് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.